ഒരു സന്തോഷം പങ്കിടാൻ കൂടിയാണ് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. ആ കരുത്ത് തെളിയിക്കുന്നതിൽ RSPയും അതിൻ്റേതായിട്ടുള്ളൊരു പങ്ക് വഹിക്കുകയും RSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് NK പ്രേമേന്ദ്രൻ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുകയും ചെയ്തത് തന്നെ അത് ഇരട്ടി മധുരമാക്കും. ഇന്നലെ മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനം നടക്കുമ്പോൾ കാര്യമായി ആരും പറയാത്ത ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പരാമർശിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് അസാധ്യം എന്ന് വിചാരിച്ചത് സാധ്യമാക്കുന്നതിൻ്റെ വക്കിലെത്തിച്ച ഇന്ത്യ മുന്നണിയും അത് ഈ നിലയിലേക്ക് എത്തിയെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടത്തിയ ഒറ്റയാൾ പോരാട്ടം അത് വിസ്മരിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നു. രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ ഭാഗമായി പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം വലിയ ഒരു സഹായകരമായ നിലപാടുണ്ടെങ്കിൽ അതിലൊക്കെ ഉപരിയായി മോഡിയുടെ തേർവാഴ്ചയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഘട്ടത്തിൽ ഏറെ പരിഹസിക്കപ്പെട്ടെങ്കിലും ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ വിഡ്ഢി എന്ന് അപരനാമത്തിൽ ബോധപൂർവം സംഘടിത ശ്രമമായി അദ്ദേഹത്തെ അറിയപ്പെടുത്തിയെങ്കിലും അതിൽ നിന്നൊക്കെ മാറി ഈ പോരാട്ടം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളെ അതിന് അഭിമാനത്തോടുകൂടിയുള്ള RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് സ്മരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ RSP കൊല്ലത്തുനിന്ന് വിജയിച്ചു മാത്രമല്ല, RSP പ്രതിദാനം ചെയ്യുന്ന ഐക്യമുന്നണി 18 സീറ്റിൽ വിജയിക്കുകയും 1 BJPക്കും 1 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പോവുകയും ചെയ്തു. ഈ 2 സീറ്റും പരാജയപ്പെടുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു. ആലത്തൂർ K. രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റീസ്, ഒരുപക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത്തരം വ്യക്തിത്വങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ K. രാധാകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തിക്ക് ലഭിച്ച ഒരു അംഗീകാരം. തൃശ്ശൂർ വിശദാംശങ്ങളിലേക്ക് പിന്നെ കടക്കാം. ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു. അത് BJPയുടെ വിജയത്തിലുപരിയായി സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കൂടിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൽ നിന്ന് BJP അക്കൗണ്ട് തുറന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണെങ്കിലും ഞാൻ വലിയ ഭയത്തോടു കൂടിയൊന്നും കാണുന്നില്ല. കാരണം 2004 PC തോമസ് അന്നത്തെ BJP സഖ്യത്തിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. അന്ന് PC തോമസിന് ലഭിച്ച BJP അന്ന് ചിന്തനീയമല്ലായിരുന്നു. കോട്ടയത്തിൻ്റെ അടക്കം UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJPക്ക് വോട്ട് പോകും എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ മോഡിക്ക് മുമ്പേ തന്നെ അന്ന് മൂവാറ്റുപുഴ വിജയിച്ച ചരിത്രമുണ്ട്. അത് വ്യക്തിപരമായി വന്ന വോട്ടുകളാണ് എന്നുള്ള നിലയിൽ തന്നെ ഈ വിജയത്തിൽ അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കളങ്കമായി കാണുന്നെങ്കിലും അത് ഭയമുളവാക്കുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൽ ക്രമാതീതമായി പല മേഖലയിലും BJPക്ക് വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് 15,000 വോട്ടിനാണ് ശശി തരൂരിന്. V. മുരളീധരൻ ആറ്റിങ്ങെ പരാജയപ്പെട്ടതും 15,000 വോട്ടിന് താഴെയാണ്. BJPക്ക് ക്രമാതീതമായി വോട്ട് വർദ്ധിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയേണ്ട കാര്യമില്ല, പിണറായി വിജയൻ നയിച്ച ക്യാമ്പയിൻ എന്തായിരുന്നു? പിണറായി വിജയൻ നയിച്ച ക്യാമ്പയിനെ സംബന്ധിച്ചിടത്തോളം
ഈ ദേശീയ പോരാട്ടത്തിൽ രാജ്യമാകെ പ്രതീക്ഷയോടുകൂടി കാണുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്, അല്ലേ? എന്ത് സന്ദേശമാണ് പോയത്? ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തും മ്ലാനതയാണ്, ക്ലിഫ് ഹൗസിലും മ്ലാനതയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അതിനുശേഷം പ്രത്യക്ഷത്തിൽ തന്നെ ചില വിഭാഗങ്ങളെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ മാത്രമായി, യുക്തിക്ക് നിരക്കാത്ത ക്യാമ്പയിനുമായി പോയതിൻ്റെ പരിണിത ഫലമാണ് പല മണ്ഡലങ്ങളിലും CPMന്റെ വോട്ട് ബാങ്കിലാണ് തവണ ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം, 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ CPMലടക്കം വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം വിശ്വാസികളായിട്ടുള്ളവർ അന്ന് UDF വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് 25 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് കഴിഞ്ഞ തവണ ഉണ്ടായ രണ്ട് മുന്നണികൾ തമ്മിൽ. സ്വാഭാവികമായി CPMൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായി. പക്ഷെ ഇത്തവണ കാണുന്നത് എന്താണ്? ആ ഷിഫ്റ്റ് ഇത്തവണ CPMൽ നിന്ന് പോയേക്കുന്നത് അന്ന് UDFനായിരുന്നെങ്കിൽ ഇന്ന് പോയേക്കുന്നത് BJPയിലേക്കാണ്.